റോമർ 8:6 ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. യേശുക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലെന്നും അവർക്ക് നിത്യജീവനാണ് ലഭിക്കുന്നതെന്നും പറഞ്ഞ അപ്പോസ്തലൻ ആ നിത്യജീവനിലേക്കുള്ള വളർച്ച ഏതു വിധത്തിലാകണമെന്ന് കൂടെ പഠിപ്പിക്കുന്നു. നമുക്ക് മുൻപ് പാപത്തെ ജയിക്കാൻ കഴിയാതിരുന്നതിൻ്റെ പാപം മനുഷ്യൻ്റെ മേൽ വാഴാനുള്ള ഒരു പ്രധാന കാരണം ജഡത്തിൻ്റെ ബലഹീനതയാണ്. അത് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും തിന്മ തന്നിൽ വാഴുന്നു എന്നതിനാലാണ്. ഈ നിയമം നിമിത്തം ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നതിനാൽ അതിനുള്ള ശിക്ഷയും ഉണ്ടാകുന്നു. എന്നാൽ ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഇപ്പോൾ പാപപ്രമാണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഏതൊരാൾക്കും അവസരമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പാപപ്രമാണത്തിൽ നിന്ന് ജീവപ്രമാണത്തിലേക്ക് പ്രവേശിക്കുന്നു. പാപത്തിൻ്റെ കർത്തൃത്വം അവസാനിക്കുകയും യേശുവിൻ്റെയും ജീവൻ്റെയും കർത്തൃത്വത്തിൽ ആവുകയും ചെയ്യുന്നു. ഈ കാര്യം സംഭവിച്ചു കഴിഞ്ഞതിനെക്കുറിച്ച് അറിവുണ്ടാവുകയും യേശുവിനെ അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യണം. ആദ്യപടിയായി സ്നാനമേറ്റ് യേശുവിനോട് ചേരണം. യേശുവിൻ്റെ ശിഷ്യനെന്ന തിരിച്ചറിവിൽ എല്ലാറ്റിലും യേശുവിനെ അനുഗമിക്കണം. മുൻപുണ്ടായിരുന്ന ജഡീക താൽപ്പര്യങ്ങളെ, ജഡസ്വഭാവത്തെ ഉപേക്ഷിക്കണം. പലരും യേശുവിനെ അംഗീകരിച്ചിട്ടും ഇന്നും പഴയ ജഡസ്വഭാവത്തിനനുസരിച്ച് ജീവിക്കുന്നതിനാൽ ആത്മാവിനെ അനുസരിക്കാനോ ജീവനിൽ വളരാനോ കഴിയുന്നില്ല. അതിൻ്റെ അനന്തരഫലം മരണം ആണ്. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവഹിതം എന്തെന്ന് പഠിപ്പിച്ചു തരുന്നു. ആകയാൽ ആത്മാവിനെ അനുസരിക്കാൻ തീരുമാനിച്ചവർ ദൈവവചനം പഠിക്കണം. അങ്ങനെ ആത്മാവിൻ്റെ ചിന്തയാൽ നിറയണം. നാം എന്താണോ ചിന്തിക്കുന്നത് അത് പ്രവർത്തിക്കാനുള്ള സ്വാഭാവികത ഉണ്ട്. ആത്മാവിൻ്റെ ചിന്തകളാൽ നിറഞ്ഞാൽ ദൈവഹിതം അനുസരിക്കുകയും ജീവനിൽ വളരുകയും ചെയ്യും. ജീവനിൽ വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. വചനത്തെ ഉപയോഗിച്ച് ജീവനിൽ വളരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.